കേരളം മുഴുവനും ഇപ്പോൾ ഒരു ഇലക്ഷൻ ചൂടിലാണ്. ഇപ്പം ഇന്ന് നമ്മുടെ കൂടെയുള്ളതൊരു പ്രത്യേക അതിഥിയാണ് ചേലക്കരയിലെ NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ, ചേലക്കരക്കാരുടെ ബാലേട്ടൻ അല്ലേ. ഇപ്പം എങ്ങനെ പോകുന്നു? നല്ല കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ മണ്ഡലത്തിലൊക്കെ യാത്ര ചെയ്തപ്പോൾ തന്നെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ടും ഈ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്നത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം MLA ആണ്. അപ്പോൾ ഇവിടെ ഒരു മാറ്റം അനിവാര്യമായിട്ട് വരേണ്ട ആവശ്യകത ഇവിടുത്തെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ സാധാരണക്കാർ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനെ ഒട്ടനവധി സാധാരണക്കാർ താമസിക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ഒരു രാത്രികാല ഒരു ഡോക്ടറുടെ സേവനം പോലും ഈ മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കുടിവെള്ളം സുഭിക്ഷമായിട്ട് കിട്ടാവുന്ന 2 പുഴകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഭാരതപ്പുഴ ഈ മണ്ഡലത്തിലൂടെയാണ് പോകുന്നത്, ഗായത്രി പുഴ ഇതിലാണ് പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു മണ്ഡലമാണത്. അങ്ങനെ എടുത്തു പറയത്തൊക്കെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ പട്ടയത്തിന് വീടിന് ഭൂമിയുണ്ട്, പക്ഷെ അവർ താമസിക്കുന്നുണ്ട് പട്ടയം കിട്ടാത്ത ഒരുപാട് ആളുകൾ. അതുപോലെ വീട് താമസിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വീടുകൾ, ലൈഫ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒട്ടനവധി ആളുകളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് സമഗ്രമായൊരു വികസനം ഇവിടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റം ഇവിടെ ആവശ്യം എന്ന രീതിക്ക് ജനങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കേന്ദ്ര പദ്ധതികൾ, ഇപ്പോൾ ജൽജീവൻ പോലെ ഉള്ള പദ്ധതികൾ, അതൊന്നും നടപ്പിലാക്കാൻ തയ്യാറാവാത്ത പഞ്ചായത്തുകളാണത്. ഞാൻ തിരുവില്ലാമലക്കാരനാണ്. തിരുവില്ലാമല പഞ്ചായത്തിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നമ്മളത് അവിടെ നടപ്പിലാക്കി. അന്ന് 900 കുടുംബങ്ങൾക്ക് ആദ്യഘട്ടം എന്ന രീതിക്ക് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി. എല്ലാ വീടുകളിലേക്കും പൈപ്പ് ലൈൻ ഇട്ട് കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പൈപ്പ് ലൈൻ വലിക്കുന്ന പദ്ധതിയാണ്. 3-ാം ഘട്ടം എന്ന് പറയുന്നത് ടാങ്ക് പണിയാണ്. തിരുവില്ലാമല പഞ്ചായത്തിൽ പൈപ്പ് ലൈൻ വലിച്ചു, ടാങ്കിൻ്റെ പണി 90% പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായത് കേരളവും കേന്ദ്രവും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ ഇവിടുത്തെ ടൗണുകളൊക്കെ വളരെ ഇടുങ്ങിയ ഒരു ടൗണുകളാണ്. ഇപ്പം റെയിൽവേ ഗേറ്റ്, ഇപ്പോൾ മുള്ളൂർക്കര പോലെ ഒരു പ്രദേശത്ത് ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ആ ടൗൺ സ്തംഭിച്ച് പോകണം. പൈങ്കുളത്തുണ്ട്. തിരുവില്ലാമലക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുവില്ലാമല ഹോസ്പിറ്റലിലേക്ക് രാത്രികാലം അടച്ചിട്ടെടുക്കുക. ആ ഹോസ്പിറ്റലിലേക്ക് രാത്രി ഒരു ആവശ്യം വന്നാൽ തൊട്ട് പോകേണ്ടത് അപ്പുറത്ത് ഒറ്റപ്പാലത്താണ്, സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ചാണ്. ഇപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരാണ് വടക്കാഞ്ചേരി, തൃശ്ശൂർ, അതേപോലെ വാണിയംകുളം, അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കാണ് യാത്രയുണ്ട്. ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം റെയിൽവേ ഗേറ്റ് പ്രശ്നമായി നിൽക്കണം. അങ്ങനെ ഒട്ടനവധി ജീവിതങ്ങൾ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവണം, സമഗ്രമായ മാറ്റം ഉണ്ടാവണം. കാലങ്ങളോളായിട്ട് ഇവർ ആവശ്യപ്പെടുന്നതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഇതുവരെയുള്ള ആളുകൾ ഒരു നല്ല രീതിക്കുള്ള പരിശ്രമവും കഠിനാധ്വാനം നടത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ടൊരു മാറ്റം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.